നമസ്കാരം. 5 മണിക്ക് പത്രസമ്മേളനം, അതും കൃത്യം 5 മണി എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് പകച്ചു. 5 മണിക്ക് എത്തും എന്നുള്ളത്. എന്നിട്ടും ഓടിപ്പിടച്ച് 5 മണിക്ക് വന്ന് പത്രസമ്മേളനത്തിന് കാത്തു നിന്നു നിരാശനായി. എന്നാൽ മുമ്പ് മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം വെക്കുമ്പോൾ 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 മണിക്കാണ് തുടങ്ങുക. അങ്ങനെയാണ്, അരമണിക്കൂർ വൈകിയാണ് മാത്യു കുഴൽനാടന്റെ സമയം വരിക. ചിലരൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞാണ്. 4 മണിക്കാണ് ഒരു പാർട്ടി സമ്മേളനം വെക്കുന്നെങ്കിൽ 5 മണിക്കാണ് അത് തുടങ്ങുക. 4 എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. നമ്മൾ പറയുന്നത് ഈ 4 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആൾക്കാർ എത്തും, അതുകൊണ്ട് 5 മണിക്ക് തുടങ്ങാന്നാണ്. 4 മണി വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് തുടങ്ങുമെന്ന് അറിയാവുന്ന ആൾക്കാർ 5 മണി കഴിഞ്ഞ് 6 മണിക്ക് എത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു കഥ. അതുപോലെയാണ് നിലമ്പൂർ MLA PV അൻവറിന്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത്. കൃത്യം 5 മണിക്ക് പത്രങ്ങളെ കാണും, മാധ്യമങ്ങളെ കാണും, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ പറയും എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പറഞ്ഞില്ല. അതിനു മുമ്പ് മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞു, ഒന്ന് കേട്ടേച്ചു വരാം. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം. ഇത് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി. അന്നും അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം 3-ാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ 3-ാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷെ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു തരാൻ ചില കാര്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞിട്ട് അൻവറിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ മൂപ്പരോട് മര്യാദയ്ക്ക് പറഞ്ഞു, ഈ അവിടെ പത്രസമ്മേളനത്തിനൊന്നും പറയണ്ട, ഇനി പോരെ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കാം, ഇനി അവിടെ പറയണ്ട, നമുക്ക് ഇവിടെ പറയാം, നമുക്ക് സ്വകാര്യമായി സംസാരിക്കാം. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അല്ലാതെ വീണ്ടും ഈ പത്രസമ്മേളനം നടത്തിയിട്ടൊന്നും പറയരുത്, ഇവിടെ വാ നമുക്ക് സംസാരിക്കാമെന്നാണ്. ഞാനത് പറഞ്ഞിട്ടും അത് പറഞ്ഞ ശേഷം വീണ്ടും പോയി പത്രങ്ങളെ സംസാരിച്ചു. അപ്പൊ വീണ്ടും പോയി സംസാരിച്ചു. ഇങ്ങനെ വീണ്ടും പോയി സംസാരിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു, ഞാൻ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതും പത്രങ്ങളോട് പറഞ്ഞു. പിന്നെ എന്നെ കാണാൻ വന്നിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ സ്വകാര്യമായി തീർക്കേണ്ട, നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളോട് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ചിട്ട് വന്നിട്ട് എന്താ കാര്യമുണ്ട്? നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂലല്ലോ എന്നാ പറയുന്നത്. അത് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല, രഹസ്യമായിട്ട് പറയേണ്ടതായിരുന്നു. അപ്പൊ രഹസ്യമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ കൂട്ടുകച്ചവടം നടത്തി അല്ലെങ്കിൽ രഹസ്യമായിട്ട് തീർക്കേണ്ടതല്ലായിരുന്നോ? അതല്ലേ പൊതുപ്രവർത്തനം? അതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത്, ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് മുഴുവനായിട്ട് പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ശരിയെന്നാ പറയുന്നത്. അതുകൊണ്ട് PV അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. ജനങ്ങൾ അറിഞ്ഞല്ലോ എന്താണ് പറയുന്നെന്നുള്ളത്. മുഖ്യമന്ത്രിയും PV അൻവർ കൂടെ ഒന്ന് കുച്ചു സംസാരിക്കുന്നത് ജനങ്ങൾ അറിഞ്ഞെന്താ കുഴപ്പം? ജനങ്ങളുടെ കാര്യമല്ലേ, പബ്ലിക്കിന്റെ കാര്യമല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടത്തിന്റെ കാര്യമല്ലല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ കൂട്ടുകച്ചവടം ഷെയറിന്റെ കാര്യമൊന്നുമല്ലല്ലോ സംസാരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കാര്യം തന്നെയല്ലേ. അപ്പൊ ജനങ്ങൾ അറിഞ്ഞെന്താ കുഴപ്പം? ഒരു പൊതുപ്രവർത്തനാവുമ്പോൾ അദ്ദേഹം സംസാരിച്ച് ജനങ്ങൾ അറിയും, അത് അറിയണം. അവിടെ മുഖ്യമന്ത്രി എന്തിനെയോ ഭയക്കുന്നു തോന്നുന്നു. പക്ഷെ രസം അതല്ല. മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞതുകൊണ്ടാണോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. PV അൻവറിന്റെ പത്രസമ്മേളനം 5 മണി വരെ കാത്തുന്നത് നടന്നില്ല, 5:30 വരെ കാത്തുന്നത് നടന്നില്ല, 6 മണി വരെ കാത്തുന്നത് നടന്നില്ല. 6 മണിക്ക് ശേഷം ഒരു ആദരാഞ്ജലി പോസ്റ്റ് വന്നതേ ഉള്ളൂ. ഇനി ആ ആദരാഞ്ജലി പോസ്റ്റ് വന്നത് കൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ വയ്യ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ അത്തരത്തിലൊരു പത്രസമ്മേളനം നടന്നിട്ടില്ല. ഇനി മുഖ്യമന്ത്രി രഹസ്യമായിട്ട് വിളിച്ച്, എനിക്ക് പത്രങ്ങളോട് ഞാനിത് പറഞ്ഞെങ്കിലും ഞാൻ സംഗതി എന്നെ കൊണ്ട് കുടുങ്ങിയേക്കണം, നീ പത്രസമ്മേളനം നടത്തല്ലേ എന്ന് പറഞ്ഞോ? അതല്ല, ഇനി മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കേസും കൂടുമുടുക്കെല്ലാം കൂടെ വാരിയിട്ട് ഞാൻ ചവിട്ടും, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞോ? ഇതിലേതാണ് പറഞ്ഞത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.